പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ വചനചിന്തയ്ക്കായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ഈ വചനത്തിൽ നാം കാണുന്ന ഒരു ചെറിയ വാക്കുണ്ട്, എങ്കിലും എന്നത്. ഈ എങ്കിലും ഒരു മനുഷ്യന്റെ ജീവിത ദിശ തന്നെ മാറ്റിയ വാക്കാണ്. പൗലോസ് പറയുന്നു, എനിക്ക് ലാഭമായി തോന്നിയ ചിലത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. മാനം, പദവി, പാരമ്പര്യം, മതപരമായ അഭിമാനം, മനുഷ്യരുടെ അംഗീകാരം. എങ്കിലും ക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ, ക്രിസ്തുവിനെ യഥാർത്ഥമായി അനുഭവിച്ചറിഞ്ഞപ്പോൾ പൗലോസ് പറഞ്ഞു, ഇവയെല്ലാം ഇനി എനിക്ക് ലാഭമല്ല, ക്രിസ്തു നിമിത്തം ഞാൻ ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെയാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. ഭൗതികമായ നേട്ടങ്ങളെക്കാൾ വലുതാണ് ക്രിസ്തുവിനെ നേടുക എന്നത്. ലോകം നമുക്ക് നൽകുന്നതെല്ലാം വളരെ താൽക്കാലികമാണ്. പക്ഷേ ക്രിസ്തുവിലുള്ള ഒരു നിമിഷം ലോകത്തിലെ 1000 വർഷത്തെ നേട്ടങ്ങളെക്കാൾ വിലപ്പെട്ടതാണ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം ഈ എങ്കിലും കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നുവരെ നമുക്ക് ലാഭമായി തോന്നിയ ചിലത് ദൈവിക സാന്നിധ്യത്തിൽ നിന്നും, ദൈവിക പദ്ധതിയിൽ നിന്നും നമ്മെ പിന്നോട്ട് കൊണ്ടുപോയിരിക്കാം. എങ്കിലും ക്രിസ്തു മതിയെന്ന് തീരുമാനിക്കുന്ന നിമിഷം അവിടെ ദൈവിക വെളിപ്പാടുകൾ ഉണ്ടാകും. അവിടെ ജീവിതമാറ്റം സംഭവിക്കുവാൻ ഇടയായിട്ട് തീരും. അവിടെ നിത്യതയുടെ കാഴ്ചപ്പാട് തുറക്കപ്പെടും. ക്രിസ്തു നമുക്ക് എല്ലാമാകുമ്പോൾ മറ്റെല്ലാറ്റിൻ്റെയും അർത്ഥം നഷ്ടപ്പെടും. ഇതാണ് ഈ വചനത്തിന്റെ ദൈവിക രഹസ്യവും വെളിപ്പാടും. ഈ സന്ദേശം കേൾക്കുന്ന ഓരോ ഹൃദയത്തിലും പരിശുദ്ധാത്മാവ് ഒരു പുതിയ വെളിപ്പാട് നൽകട്ടെ. ലൗകികമായ നേട്ടങ്ങളിലല്ല, ക്രിസ്തു എന്ന നിത്യമായ ലാഭത്തിൽ നമ്മുടെ ഹൃദയങ്ങൾ ആനന്ദിക്കട്ടെ. അതിനായി ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നയോളം ലാഭമായി കരുതിയതെല്ലാം നിന്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ക്രിസ്തു മതിയെന്ന് പറയുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ ഹൃദയദൃഷ്ടിയെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ എങ്കിലും ഞങ്ങളുടെ ജീവിതത്തിലും വെളിപ്പെടുവാൻ സഹായിക്കണമെന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദൈവശബ്ദം കേട്ട ഓരോ മക്കളെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു.